ചില ആളുകൾ എന്ത് ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുമെന്ന് പറയുന്നവരുണ്ട്. ചിലർ ഒന്നും കഴിച്ചില്ലേലും വണ്ണം വെക്കുമെന്ന് പറയുന്നവരുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ള ആൾക്കാരും അങ്ങനെ ദഹനത്തിന്റെ വ്യത്യാസവും അതുപോലെ പെട്ടെന്ന് വണ്ണം വെക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത്? ഓരോരുത്തരുടെയും ശരീരഘടനയും അതുപോലെ എങ്ങനെ ഓരോ കാര്യങ്ങളോട് അല്ലെങ്കിൽ ഓരോ അവസ്ഥകളോട് പ്രതികരിക്കുന്നു എന്നുള്ളതും ഒക്കെ വ്യത്യസ്തമായിട്ട് ആണ് ഉള്ളത്. അപ്പോൾ അമിതവണ്ണം എന്നുള്ളത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് കൊണ്ടും പിന്നെ ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ചില പ്രത്യേക രോഗാവസ്ഥകളും ഒക്കെ കൊണ്ടാണ്. അപ്പം എന്ത് കഴിച്ചാലും കഴിച്ചില്ലേലും വണ്ണം വെക്കും എന്ന് പറയുന്നവർ എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥകളൊക്കെ ഉള്ളവരായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കൂട്ടരാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം എങ്ങനെയുള്ള ഭക്ഷണമാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലർ ഷുഗർ ക്രേവിങ്സ് കൂടുതലായിട്ടുള്ളവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുറച്ച് കലോറി റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് പോലുള്ള ഹെൽത്തി ആയിട്ടുള്ളത്, ഇപ്പോൾ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴിക്കുക. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. അപ്പോൾ രാത്രിയിൽ കൂടുതലായിട്ട് ഉണർന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ഡൈജഷനെയും മറ്റുള്ള മെറ്റബോളിസത്തിനെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മെറ്റബോളിക് ഡിസീസാണ്. ആ മെറ്റബോളിസത്തിൽ തകരാറുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമിതവണ്ണം മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസിനെയും ഒക്കെ ബാധിച്ചിട്ട്, പ്രത്യേകിച്ച് കൊറോണറി ആർട്ടറി അങ്ങനെയൊക്കെയുള്ള ബ്ലഡ് വെസൽസിനെയൊക്കെ ബാധിച്ചിട്ട് ഹൃദ്രോഗം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസ് കൂടാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. ആദ്യം തന്നെ നമ്മുടെ വെയിറ്റിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫുഡ്സ്, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടുതലായിട്ട് വ്യായാമം, അതുപോലെ ആക്ടിവിറ്റീസ്, യോഗയൊക്കെ പോലുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത്, അതുപോലെ ഷുഗറിൻ്റെ കണ്ടന്റ് കുറവുള്ളത്, ഫാറ്റിൻ്റെ കണ്ടന്റ് കുറവുള്ളത്, അങ്ങനത്തെ ഭക്ഷണം നോക്കിയിട്ട് നമ്മൾ നാടൻ ഭക്ഷണ രീതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾക്കിപ്പോൾ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലി നിലവിലുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതും കൂടുതൽ അഡിറ്റീവ്സ് ചേർത്തിട്ടുള്ളതും കൂടുതൽ സങ്കീർണമായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണവുമൊക്കെയാണ് ഡെയിലി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ഒക്കെ നമ്മൾ ഓൾറെഡി കെമിക്കൽസുമായിട്ട് എക്സ്പോഷർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഫുഡിൽ കൂടെയും ഇങ്ങനത്തെ കെമിക്കൽസ് കടന്നുകൂടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഹോർമോൺസ്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ, നമ്മൾ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ത്രിദോഷങ്ങളുടെ ബാലൻസിന് ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതശൈലി, ഒരു ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്നുള്ളത്.